IPL 18-ാം അംഗത്തിൽ പകുതി മത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഭൂരിഭാഗം ടീമുകളും. രാജസ്ഥാൻ റോയൽസ് ആകട്ടെ മികച്ച തുടക്കത്തിന് ശേഷം തുടരെ 3 തോൽവികൾ ഏറ്റുവാങ്ങി ഇറങ്ങുകയാണ് ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ. ജയമല്ലാതെ മറ്റൊന്നും മതിയാകില്ല സഞ്ജുവിനും സംഘത്തിനും. ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ പരിക്കാണ് ഇപ്പോൾ ടീം നേരിടുന്ന വലിയ വെല്ലുവിളി. സീസണിന്റെ തുടക്കത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള സഞ്ജുവിന്റെ അസാന്നിധ്യം ടീമിന് തിരിച്ചടിയായെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു റിട്ടയർഡ് ആയതാണ് ടീമിനെ തോൽവിയിലെത്തിച്ചത്. 19 പന്തിൽ 31 റൺസുമായി തകർത്തടിക്കുമ്പോഴാണ് സഞ്ജു പരിക്കേറ്റ് പുറത്തായത്. വിക്കറ്റുകൾ കയ്യിലുണ്ടായിരുന്നിട്ടും 188 റൺസ് ചേസ് ചെയ്യാൻ ടീമിനായില്ല. 7 വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നിട്ടും അവസാന ഓവറുകളിൽ ഒന്നും ചെയ്യാൻ രാജസ്ഥാന്റെ മധ്യനിരയ്ക്കായില്ല. രാഹുൽ ദ്രാവിഡിന്റെ തീരുമാനങ്ങളാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. സഞ്ജുവിനും രാഹുൽ ദ്രാവിഡിനും ഇടയിൽ സംഭവിക്കുന്നത് എന്താണ്? കരുത്തുറ്റ സംഘമാക്കി കുമാർ സംഘക്കാര വാർത്തെടുത്ത ഒരു ടീമിനെ രാഹുൽ ദ്രാവിഡ് നശിപ്പിച്ചെന്ന വാദമാണ് ഒരു വിഭാഗം ആരാധകർ ഉയർത്തുന്നത്. മെഗാ താരലേലത്തിലൂടെ രാജസ്ഥാൻ റോയൽസിന്റെ ബൌളിംഗിലും ബാറ്റിംഗിലും ശക്തി നഷ്ടമായെന്നത് സത്യം. കോടികൾ ഇറക്കി രാജസ്ഥാൻ നിലനിർത്തിയ താരങ്ങളാകട്ടെ പ്രതീക്ഷിച്ച മികവ് തുടരുന്നുമില്ല. പോയവർക്ക് പകരമെത്തിച്ചവരും നിരാശപ്പെടുത്തുന്നു. ഇതിനിടയിൽ നിലവിലുള്ള സംഘത്തെ ഉപയോഗിച്ച് മത്സരങ്ങൾ ജയിച്ചു വരുമ്പോഴാണ് ടീമിലെ പടലപ്പിണക്കങ്ങൾ. ഡൽഹിക്കെതിരായ മത്സരത്തിൽ സൂപ്പർ ഓവറിന് മുൻപുള്ള ടീം മീറ്റിംഗിൽ പങ്കെടുക്കാതെ സഞ്ജു മാറി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സഞ്ജു ടീം വിടുമോ എന്ന വാദത്തിന് ശക്തിയാകുന്നത്. 188 റൺസ് ചേസ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല, പരിക്കേറ്റ് മാറി നിന്ന സഞ്ജുവിനെ നിരാശപ്പെടുത്തുന്ന തീരുമാനമാണ് സൂപ്പർ ഓവറിൽ കോച്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് വ്യക്തം. സൂപ്പർ ഓവറിലേക്ക് മത്സരം പോകുമ്പോൾ ഡഗ്ഔട്ടിൽ നിരാശനായിരിക്കുന്ന സഞ്ജുവിന്റെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. മത്സരത്തിൽ അതിവേഗ അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങിയ യശസ്വി ജയ്സ്വാളും നിതീഷ് റാണയും നിൽക്കെ ടൂർണമെന്റിലാകെയും മത്സരത്തിലും നിരാശപ്പെടുത്തിയ ഷിംറോൺ അറ്റ്മയറിനെയും റിയാൻ പരാഗിനെയും ബാറ്റ് ചെയ്യാൻ അയച്ചു രാജസ്ഥാൻ. സ്റ്റാർക്ക് സൂപ്പർ ഓവറിൽ നോബോൾ എറിഞ്ഞിട്ടും ആ നോബോളിൽ ബൗണ്ടറി നേടിയിട്ടും സ്കോർ 11 റൺസിൽ അവസാനിച്ചു. ജോഫ്ര ആർച്ചർ ഉണ്ടായിരുന്നിട്ടും സന്ദീപിനെ പന്തേൽപ്പിക്കാനായിരുന്നു ദ്രാവിഡിന്റെ തീരുമാനത്തോട് വിയോജിപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സഞ്ജുവിന്റെ ശരീരഭാഷ. 2013-ൽ IPL-ൽ അരങ്ങേറിയത് മുതൽ എല്ലാ സീസണിലും 10-ലധികം മത്സരങ്ങൾ കളിച്ച താരമാണ് സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചത് 147 മത്സരങ്ങൾ. ഏറ്റവും അധികം ജയം സമ്മാനിച്ച നായകൻ, ഏറ്റവും അധികം സിക്സർ നേടിയ താരം, വിക്കറ്റ് കീപ്പിംഗിലെ പ്രകടനത്തിലും ടീമിന്റെ ടോപ്പ് ലിസ്റ്റിൽ. രാജസ്ഥാന് എല്ലാം നൽകിയ താരമാണ് സഞ്ജു സാംസൺ. രാജസ്ഥാന് വിലക്ക് നേരിട്ട 2 സീസണിൽ ഡൽഹിക്കായി കളിച്ച സഞ്ജു ടീം തിരിച്ചെത്തിയപ്പോൾ വീണ്ടും രാജസ്ഥാനൊപ്പം ചേർന്നു. മറ്റേതെങ്കിലും വലിയ ഫ്രാഞ്ചൈസിയിലേക്ക് പോകാനുള്ള അവസരമുണ്ടായിട്ടും വേണ്ടെന്ന് തീരുമാനിക്കുകയും രാജസ്ഥാനിൽ വിജയം സ്വപ്നം കാണുകയും ചെയ്യുന്ന താരമാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ സഞ്ജു ടീം വിടുമെന്ന അഭ്യൂഹത്തിന് അത്രയും ബലമുണ്ടാകണമെന്നില്ല. പക്ഷേ ഇത്രയും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുന്നത് ആദ്യമാണെന്നത് രാജസ്ഥാൻ ആരാധകരെ ആശങ്കയിലാഴ്ത്തുന്നു. ഒരു ജയം മതിയാകും ടൂർണമെന്റിലേക്ക് തിരിച്ചെത്താൻ. രാജസ്ഥാന് ഇപ്പോഴും കാര്യങ്ങൾ അകലെയല്ല. കരുത്തർ പോരടിക്കുന്ന സീസണിൽ ഈ ടീമുമായി പ്ലേ ഓഫ് ഉറപ്പിച്ചാൽ തന്നെ അത് സഞ്ജുവിന് നേട്ടമാണ്. ലക്നൌ സൂപ്പർ ജയൻസിനെ സ്വന്തം മണ്ണിൽ തടയാനാകുമോ സഞ്ജുവിനും സംഘത്തിനും? തുടർച്ചയായ തോൽവികൾക്ക് മറുപടി മാത്രമല്ല, ടീമിന്റെ ഒത്തിണക്കം തിരിച്ചെത്തിക്കാനും വേണം ഒരു ജയം രാജസ്ഥാന്.